ദൈവത്തിൻ ആരാമവീതി സ്വർഗീയ വരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇനിയുള്ള സമയം അച്ഛൻ ലീഡ് ചെയ്യുന്ന പ്രാർത്ഥനയിൽ നമുക്ക് സജീവമായി പങ്കുകൊള്ളാം. എല്ലാവരും കൈകൾ കൂപ്പി ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനകളിലെ ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്ക് പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യരുടെ സമാധാനം പ്രത്യാശയോടെ നയിക്കും. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവൾ നീ. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്വർഗതലത്തു മഹോന്നതമാം നിക്ഷേപങ്ങൾ നിറച്ചവൾ നീ. ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദൈവത്തിൻ ലോകത്തിൻ പാദങ്ങൾ കാണും. ദൈവത്തിൻ ദേശമേ നാഥ ഞങ്ങൾ കൈയേറമേ. നാഥ പ്രകാശതാരമേ, ലിസ്യുവിൻ രാജകുമാരിയേ, മഞ്ഞിലിൻ പ്രകാശതാരമേ, ത്യാഗത്തിൻ മാലക്കൂത്തു നീ. സ്നേഹത്തിൻ ഗീതി പാടി നീ, ത്യാഗത്തിൻ മാലക്കൂത്തു നീ. സ്നേഹത്തിൻ ഗീതി പാടി നീ. വർഷിച്ചിടുമോ റോസസൂനങ്ങൾ മഞ്ഞിതിൻ പ്രകാശതാരമേ. വർഷിച്ചിടുമോ റോസസൂനങ്ങൾ മഞ്ഞിതിൻ പ്രകാശതാരമേ. ലിസ്യുവിൻ അധ്യാപകരെ, അനധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവർക്കും സുഖമാണോ? നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ സ്കൂളിൽ
വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല രസമായിട്ട് നമ്മളിന്ന് നമ്മുടെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള മറ്റു കലാപരിപാടികളൊക്കെ ഇല്ലേ? നമ്മളിന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് ആയിരിക്കുന്നത്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ മധ്യസ്ഥയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ള സിസ്റ്റേഴ്സിനും അതുപോലെ നമ്മുടെ അധ്യാപകർക്കും അനധ്യാപകർക്കും അതുപോലെ നിങ്ങൾക്ക് വിശുദ്ധിയുടെ കടകൾ ഏറെ സ്നേഹത്തോടു കൂടി നേരുകയാണ്. നമുക്കൊരു കഥ കേട്ടാലോ? നമ്മളൊരു കാട്ടിലേക്ക് പോവുകയാണ്. നമ്മളൊരു കാട്ടിൽ പോകുമ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളൊരു കാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ കാട്ടിൽ കുറേ കുരങ്ങന്മാരുണ്ട്. പക്ഷേ അവരെക്കാട്ട് കൂടുതൽ അവരുടെ ഒരു സുഹൃത്ത് കാട്ടിലല്ല, അവർ കുരങ്ങൻ ആ സുഹൃത്തായ കുരങ്ങൻ നാട്ടിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ നാട്ടിൽ ജീവിച്ചതിന് ശേഷം ഒരു ദിവസം തൻ്റെ കാട്ടിലേക്ക് തൻ്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും കാണാനായിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് അവരുടെ നാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ നാട്ടിനുള്ളിലേക്ക് പോയപ്പോൾ അവിടെ ഭയങ്കര ചർച്ച നടക്കുകയാണ്. അവരുടെ പ്രധാന പ്രശ്നം എന്നുള്ളത് ആ സമയത്ത് ഈ സുഹൃത്ത് പോയ സമയം എന്നുള്ളത് ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു. തണുപ്പ് എല്ലാവർക്കും ഇഷ്ടമാണോ? അങ്ങനെ ഒരു തണുപ്പുള്ള സമയത്തായിരുന്നു ഈ കുരങ്ങൻ സുഹൃത്ത് തൻ്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ കാണാനായിട്ട് കാട്ടിലേക്ക് പോയത്. അപ്പോൾ ഇങ്ങനെ കാട്ടിലേക്ക് പോയപ്പോൾ വളരെ ശൈത്യമായ തണുപ്പ് കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെട്ട് ഇരിക്കുന്ന അവസരം. അങ്ങനെ ആ കൂട്ടുകാരൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്? അപ്പോൾ ആ കുരങ്ങന്മാര് അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ നമ്മുടെ കാട്ടില് ഭയങ്കര തണുപ്പാണ്. ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പലർക്കും പല അസുഖങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ സുഹൃത്തായവർ നമ്മുടെ നാട്ടിൽ ജീവിച്ച ഈ കുരങ്ങൻ കുറച്ച് നാളായിട്ടുള്ളൂ കുരങ്ങൻ സുഹൃത്ത് നമ്മുടെ നാട്ടിൽ വന്നു. അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം കണ്ടു. ആ കുരങ്ങൻ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഓടിച്ചാടി നടന്നപ്പോൾ പഴവും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും കട്ടെടുത്ത് നിന്നപ്പോൾ നമ്മുടെ ഇവിടെ തീ കണ്ടു. തീ കണ്ടപ്പോൾ ആൾക്കാരൊക്കെ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തീ ഉപയോഗിക്കുന്നത് ഈ കുരങ്ങൻ സുഹൃത്തായ കുരങ്ങൻ കണ്ടു. അത് അവരോട് പറഞ്ഞു, നാട്ടില് ഇങ്ങനെ ഒരു തീ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ചെറുതാണ്, ചെറിയൊരു കനലൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ. അത് ഒരു ഊതി കത്തിക്കുന്നത് കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തുമാരൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും കൂടെ നാട്ടിലേക്ക് വരാനായിട്ട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ തീയുടെ ആ കനലെടുത്തുകൊണ്ട് പോകാനായിട്ട്. നിങ്ങളെല്ലാവരും തീ കണ്ടിട്ടുണ്ടോ? ചിലവര് വീട്ടിലെ ഊതി കത്തിക്കും, ചിലരുടെ വീട്ടിലെ ലൈറ്റ് ഉണ്ടായിരിക്കും, തീപ്പെട്ടി ഉണ്ടായിരിക്കും. അങ്ങനെ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് 10-ാം പീയൂസ് മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തിയ കർമ്മലിത്ത സന്യാസിനി ക്രൂശിതന്റെ പഞ്ചക്ഷതങ്ങളിൽ നിന്ന് ചിതറിത്തെറിച്ച തിരുരക്തം പോലെ സഹനത്തിൻ്റെ സാക്ഷ്യമായി മാറിയവർ സ്വർഗത്തിലെ ചെറുപുഷ്പം, സ്വർഗപുത്രി. ഇവളെൻ്റെ പ്രിയപുത്രി. 2 വയസ്സ് മുതൽ എന്നെപ്പോലെ അവൻ ആശിച്ചവൾ. ഫ്രാൻസിലെ നോർമൻ്റെയും ലൂയി മാർട്ടിൻ്റെയും സെലിഗറിൻ്റെയും മകളായി കൊച്ചുത്രേസ്യ ജനിച്ചു. മോളെ, കൊച്ചുത്രേസ്യേ, മോളെ, നീ എന്നാ മോളെ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത്? അമ്മയുടെ മടിയിലിരുന്ന്
വിശുദ്ധന്മാരുടെ കഥകൾ കേൾക്കാതെ ഉറങ്ങില്ല എന്റെ കൊച്ചു ത്രേസ്യ. പിന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കുമോ? എന്റെ മോളൊരു വിശുദ്ധയാണ്. അതാ അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം ഈ കൊച്ചു ത്രേസ്യ സാധിച്ചു തരും. എന്റെ പൊന്നു മോളെ, ഭൂമിയിലെ സ്വർഗമായിരുന്നു എന്റെ മാർട്ടിൻ കുടുംബം. ആ കുടുംബത്തിലേക്ക് അന്ന് ദുഃഖത്തിന്റെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മരണദൂതൻ വന്നു. അപ്പൻ മോൾക്കൊരു സമ്മാനം തരാൻ വിളിച്ചതാ. സമ്മാനം? എന്ത് സമ്മാനം? ഇന്നാ ഹായ്, നല്ല ഭംഗിയുള്ള വെളുത്ത കൊച്ചു പൂക്കൾ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കൊച്ചു ത്രേസ്യ, നീ ഈ പൂക്കൾ പോലെ നിർമ്മലമായ ഒരു ജീവിതം നയിക്കണം. അതാ ഈ അമ്മന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ പൂക്കൾ ഞാൻ ഇന്ന് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ഈ പൂക്കൾ പോലെ ഞാൻ എന്റെ ജീവിതം നിർമ്മലമാക്കും. എന്റെ മോളെ, എന്താ? എനിക്ക് മടത്തി ചേരണം. അതിന് നീ ഒരു കുട്ടിയല്ലേ? ഞാൻ എപ്പോ വന്നാലും ആഗ്രഹസഭ ഇത് തന്നെ പറയുന്നത്. ഞാനെന്ത് ചെയ്യാനാ? 21 വയസ്സ് തികയാതെ മഠത്തിൽ ചേരാൻ മഠത്തിന്റെ സുപ്പീരിയറായ വൈദികൻ സമ്മതിക്കണ്ടേ? എന്താ അനിയത്തിക്ക് വേണ്ടി നിയമം മാറ്റിയത്? ആരെങ്കിലും ചോദിച്ചാ പ്രായമല്ല ഭക്തിയാ വലുതെന്ന് ചേച്ചിയാ മകൻ പറഞ്ഞേക്ക്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മോള് പോയി ബിഷപ്പിനെ കാണുക. പോയിക്കോ. ചേച്ചിയമ്മേ പ്ലീസ്, എനിക്ക് കർമ്മലീത്ത മഠത്തിൽ ചേരണം. എനിക്ക് മഠത്തിൽ ചേരണം. കൊച്ചു ത്രേസ്യ അപ്പനെയും കൂട്ടി റോമിലേക്ക് പോയി മാർപ്പാപ്പയെ കണ്ടു. പിതാവേ, അങ്ങ് പറഞ്ഞു വരുന്നത് ദൈവഹിതമെങ്കിൽ കൊച്ചു ത്രേസ്യക്ക് സഭാവസ്ത്രം ലഭിക്കും. അല്ലെങ്കിൽ ദൈവവിളി വരെ കാത്തിരിക്കേണ്ടി വരും. പിതാവേ, തൽക്കാലം നിങ്ങൾക്ക് പോകാം. എന്റെ മാതാവേ, അങ്ങ് കൊച്ചു ത്രേസ്യയെ കൈവിട്ടോ? കർത്താവിൻ്റെ തിരുമണവാട്ടിയാകാൻ 21 വയസ്സുവരെ കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഞാൻ അവളുടെ മനമറിഞ്ഞു. അങ്ങനെ 1889 ജനുവരി മാസം 10-ാം തീയതി കൊച്ചു ത്രേസ്യ സഭാവസ്ത്രം സ്വീകരിച്ചു. ഒരു കർമ്മലീത്ത സന്യാസിനിയായി. വെറും 9 വർഷം മാത്രമാണ് എനിക്ക് സമർപ്പിത ജീവിതം നയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ ക്ഷയരോഗബാധിതയായി. മഠത്തിലുള്ളവർക്ക് നിറകണ്ണുകളോടെ അല്ലാതെ ആ കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹം
എൻ്റെ പ്രാണനെ ഞാൻ നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
പുഷ്പം
തെരേസ്യയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെയായിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പെരുന്നാൾ മംഗളങ്ങൾ ആദ്യമേ നേരുന്നു. 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ ലൂയി മാർട്ടിന്റെയും സെലി ക്വാരിയുടെയും 9ാമത്തെ മകളായിട്ടാണ് തെരേസ്യ ജനിച്ചത്. ഈ മാതാപിതാക്കൾ ഇന്ന് വിശുദ്ധരായാണ് അറിയപ്പെടുന്നത്. 2015 ഒക്ടോബർ 18-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ ദമ്പതികളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചത്. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചു വരുത്തി, വേറെ ചിലരെ വിശദീകരിച്ച് തന്നോടടുപ്പിച്ചു. അലൻസോണിലെ മാർട്ടീസ് വിലിംഗൻ കുടുംബത്തെ അവരുടെ വിശുദ്ധിയെ അനാവരണം ചെയ്യാൻ ഏറ്റവും ഉചിതമായ നിർവചനം. ഈ ദാമ്പത്യത്തിന്റെ വിശുദ്ധ വല്ലരിയിൽ ദൈവേഷ്ടപ്രകാരം പിരിഞ്ഞ പൂക്കൾ കർത്താവിന്റെ അൽത്താരയിൽ ഇന്നും അലങ്കാരമായിരിക്കുന്നു. തന്റെ 4ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ തെരേസ പിന്നീട് തന്റെ മൂത്ത സഹോദരിയായ പൗളിനെയാണ് അമ്മയായി കണ്ടത്. മറ്റ് സഹോദരിമാരായ മരിയ, ലയോണി, സെലിൻ എന്നിവർ കൊച്ചനറ്റത്തെ ഏറെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. തന്റെ പ്രിയപ്പെട്ട പിതാവ് ലൂയി മാർട്ടിനെ അവർക്ക് ഏറെ ഇഷ്ടമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതം ആഗ്രഹിച്ച തെരേസയ്ക്ക് അതിലുപരിയായി തനിക്കൊരു വിശുദ്ധയായി തീരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൾ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടത് ഉണ്ണീശ്വരനെയാണ്. ഏതൊരു കാര്യവും ദൈവസ്നേഹത്തെ പ്രതി ചെയ്തു പോന്നു. 15ാമത്തെ വയസ്സിൽ മഠത്തിൽ ചേർന്നു. വലിയ ത്യാഗപ്രവർത്തികളിലൂടെയോ കഠിന തപസ്സുകൾ ചെയ്തുകൊണ്ടുമല്ല ഈ പുണ്യവതി വിശുദ്ധിയായിരിക്കുന്നത്. മറിച്ച് താൻ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുവാനും ദൈവ തിരുമുഖം ദർശിക്കുവാനും അവൾ അതിയായി ആഗ്രഹിച്ചു. സാധാരണ ജീവിത സാഹചര്യങ്ങളെ അസാധാരണമാക്കി മാറ്റി വിശുദ്ധിയുടെ മാർഗങ്ങൾ എങ്ങനെ നടന്നു കയറാമെന്ന തൻ്റെ ജീവിതത്തിലൂടെ അന്വേഷണമാക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്ന വലിയ സന്ദേശമാണ് കൊച്ചു തെരേസ്യ ലോകത്തിന് നൽകിയത്. பூசன கைப்பாதி மெய்ப்பாதி செய்யாத மை வைத்த கண்ணுக்குள் போய் வைத்த பெண்ணுக்குள் கையாக கைமலை கையாக கொடு ஒரு வச்சு 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 கொடு நச்சு 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 கொடு ரைட்டா
the little flower of Jesus. She was born in 1873 in France to a very religious family. From childhood, she loved Jesus deeply and lived with simplicity, humanity, and faith. At the young age of 15, she entered Carmelita convent where she spent her life in prayer and small acts of love. She taught her word, little bit, which means doing even the smallest things with the will of her God. She believed that kindness, humanity, and trust in Jesus is more valuable than fame or goodies. Though she only lived 24 years, her life became an shining example to the world. She was declared as a saint in 1925 and later honored as a doctor of church. Today, millions of people admire her purity, simplicity, and she was lovingly called Saint Pushpa because her life looked with fragrance and peace. So, let us keep the spirit of Saint Pushpa alive in our hearts. Let
కను కట్టి చూపుతోనే చెప్పాలా ఉలలా ఉలలా రావాల గోపాల కిసుల ఆట కస్తా కిసు టైము నువ్వే చెప్పాలా for being with us and become a part of our celebration. Father's sense of commitment, which creates an ample platform for all to grow mentally and spiritually, is adorable. Thank you, Father, for making this moment of celebration adorable. Next, I thank with great pleasure to Brother and Sister Rosemary Burgess, our head mistress. Sister is always ready to care and support us. She is a good administrator, generous and punctual in all activities. Thanks a lot, sister, for your great support and love. With immense pleasure, I thank Sister Alfredo's teachers and masters who chisel and shape our students for being a good citizen of their society. A great thanks to our non-teaching staff for supporting and helping us to make this event a fruitful one. Children are the world's most valuable resources and its best hope to the future. Thank you all my dear children for making this Sarveshwar Day celebration a memorable one. May God bless you all.